Hello +2 Commerce family. 11th standard exam ഒക്കെ കഴിഞ്ഞ് you guys are upgraded to 12th standard അല്ലേ? അപ്പം ഈ ഒരു സമയത്ത് both excitement and fear ഉള്ള ഒരു ടൈം ആണെന്ന് അറിയാം. കാരണം എല്ലാവരും പറയുന്ന പോലെ വെരി ക്രൂഷ്യൽ ഇയർ അല്ലെങ്കിൽ ഒരു വെരി ക്രൂഷ്യൽ ക്ലാസ് മെയിൻ ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന ഒരു ടൈമാണ്. അപ്പം അതുകൊണ്ട് തന്നെ 11th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച പോലെ അല്ല, നിങ്ങൾ 12th കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആൻഡ് ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. 11th പഠിച്ച അതേ സബ്ജക്ട്സ് ഒക്കെ തന്നെയാണ് 12th നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ ദ സബ്ജക്ട് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ ഇൻഡെപ്ത് ആയിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ ഈ വർഷത്തെ ഈ ഒരു 12th ജേർണിയിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ കാണും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് ഈ 12th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ബോത്ത് ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് നമ്മുടെ സബ്ജക്ട് നോളജ് വ്യൂവിൽ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ പഠിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന കോൺസെപ്റ്റ്സ് ആൻഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞങ്ങൾ ഡെലിവർ ചെയ്യുന്നതായിരിക്കും. സോ ഡു ഫോളോ. ഇനിയും പുറകെ തന്നെ ഓരോരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടൻസിയുടെയും എക്കണോമിക്സിന്റെയും ഒരു സബ്ജക്ട് ഓവർവ്യൂ വീഡിയോ. സോ ദാറ്റ് യു കെൻ അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെ കണ്ടന്റ് ആണ് നിങ്ങൾ ഓരോ സബ്ജക്ട്സിലും പഠിക്കാനായിട്ടുള്ളത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. സോ ഹിയർ ഐ ആം ഡൂയിങ് ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു സബ്ജക്ട് ഓവർവ്യൂ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. So we can see there are 2 parts, part A and part B. അതിനകത്ത് നിങ്ങൾക്ക് 2 ടെക്സ്റ്റ് ആയിട്ടാണ്. അപ്പം ആദ്യത്തെ ടെക്സ്റ്റ് പ്രിൻസിപ്പൽസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. So the first chapter is nature and significance of management. Managementന്റെ nature, significance, features എന്നീ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. മാർക്ക് വെയിറ്റേജ് 6 മാർക്സ്. അപ്പൊ 6 മാർക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എസ്സേക്കുള്ള ഒരു മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ചെറിയ മാർക്കിനും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരുടെ ഫൈൻഡിങ്സ്, അവരുടെ പ്രിൻസിപ്പിൾസ്, അവരുടെ എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് 7 മാർക്സ് ആണ് മാർക്ക് വെയിറ്റേജ് വരുന്നത്. ഇപ്പോഴേ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ സൈഡിൽ നിങ്ങൾ ഇതിന്റെ മാർക്ക് വെയിറ്റേജ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും ഏത് ചാപ്റ്റർ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ കൂടുതൽ, അതായത് എസ്സേ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് ഇത്രയും മാർക്ക് വെയിറ്റേജ് ഉള്ളൂ എന്ന രീതിയിൽ നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വിൽ ബി വെരി യൂസ്ഫുൾ വൈൽ യു ആർ സ്റ്റഡി. ഓക്കെ, അപ്പം മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. വെരി സ്മോൾ ചാപ്റ്റർ ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാണുമ്പോൾ ഒത്തിരി തിയറി ഒത്തിരി വായിക്കാനുണ്ടല്ലോ എന്ന് തോന്നും, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിന് 4 മാർക്സ് ആണ് മാർക്ക് വെയിറ്റേജ് വരുന്നത്. പിന്നീട് അങ്ങോട്ടൊരു സീരീസ് പോലെ ഒരു ചാപ്റ്റർ ആണ് വരുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് എന്ന് പറയുന്ന ബാക്കി ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആ പേര് പോലെ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറേ പ്ലാൻ ചെയ്യും. അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെ ഫോട്ടോ എടുക്കണം ഒക്കെ പ്ലാൻ ചെയ്യും അല്ലെ. അത് നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഹിയർ വി ആർ ലേണിംഗ് അബൌട്ട് ഹൗ വി പ്ലാൻ ഇൻ ബിസിനസ്. ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാനിങ്ങിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനും 6 മാർക്സ് ആണ് വെയിറ്റേജ് വരുന്നത്. ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് അടുത്തത് വരുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 8 മാർക്സിന് മാർക്ക് വെയിറ്റേജ് പ്രകാരം 8 മാർക്സിന് വരും. അതുപോലെ തന്നെ എസ്സേക്ക് എപ്പോഴും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം, അതായത് നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് നമ്മൾ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ആൾക്കാരെയൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്യില്ലേ. അപ്പം അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചിന്തിച്ച് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഡയറക്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ 8 മാർക്ക് വെയിറ്റേജ് ഉള്ളതാണ്. അപ്പം അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നീട് വരുന്നതാണ് കൺട്രോളിംഗ്. ചെറിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ 4 മാർക്സ് ആണ് വെയിറ്റേജ് വരുന്നത്. പക്ഷേ ഷുവർ ആയിട്ട് എല്ലാ പ്രാവശ്യവും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പം ഇതുകൊണ്ട് നമ്മൾ പാർട്ട് എ അവിടെ എൻഡ് ചെയ്യുവാണ്. ഇനി പാർട്ട് ബി നമ്മൾ നോക്കുവാണെങ്കിൽ ബിസിനസ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ്. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി തിയറി എഴുതിയ പോലെ തോന്നുന്നു, ഒരുപാട് പഠിക്കാനുള്ള പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ പഠിക്കാൻ ഒത്തിരി ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കൊമേഴ്സ് ഫീൽഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറേ പുതിയ പുതിയ ടേംസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. കുറേ കാര്യങ്ങളുടെ മീനിങ്, ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ലെങ്തി ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാനും എക്സാംസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്
മാനേജ്മെന്റ് 8 മാർക്സ് വെയിറ്റേജ് വരുന്നതാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ട് 7 മാർക്സിന് വെയിറ്റേജ് ഉള്ളതാണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലും ഒക്കെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ടേംസ്, പുതിയ കുറെ റൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പിന്നീടാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ദ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര വലിയ ചാപ്റ്റർ എന്നൊക്കെ എല്ലാവരും പറയുന്ന ഒരു ചാപ്റ്റർ ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി ഉള്ള പോലെ തോന്നും. അതായത് ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, ഒരുപാട് കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ശരിയാണ്, പക്ഷേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വളരെ നോർമലി, അതായത് നമ്മൾ ഈ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതല്ലേ, അപ്പൊ ഡെയിലി ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റ്സ് കുറച്ചും കൂടെ പെട്ടെന്ന് ക്ലിയർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് 11 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ എസ്സേ ക്വസ്റ്റ്യൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ ആസ് എ കൺസ്യൂമേഴ്സ് നമ്മളും സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് കുറെ അതിന്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ 4 മാർക്ക് വെയിറ്റേജിൽ വരുന്നത്. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സിന്റെ മാർക്ക് വെയിറ്റേജ് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതുകൊണ്ട് തന്നെ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സാം ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് അവസാനത്തേക്ക് ഹറി ബറി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടന്റ് എന്ന കാര്യം ഈ മാർക്ക് വെയിറ്റേജ് നോക്കുമ്പോഴേ നമുക്കറിയാം. അത് വെച്ച് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എക്സ്പെക്ട് ചെയ്യുന്ന എസ്സേ ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ നിങ്ങൾ വലിയ വലിയ ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രൊജക്ട് വർക്കും കാണും. 20 മാർക്സിന്റെ ഒരു പ്രൊജക്ട് വർക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് റെഡിയാണ്. ഓക്കെ, അപ്പം ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നേരത്തെ ചെയ്ത വീഡിയോസും ജസ്റ്റ് ഒന്ന് നോക്കുക. എക്കണോമിക്സിന്റെ അക്കൗണ്ടൻസിയുടെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ സബ്ജക്ട് ഓവർവ്യൂ അതിലും കിട്ടുന്നതായിരിക്കും. സോ ഫോളോ ഫോർ മോർ വീഡിയോസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.